കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന അർത്ഥത്തിൽ ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത്, അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. അത്തോടെ പറഞ്ഞോടെ ജിന്നും മലക്കും അബോധികമാണ്, അള്ളാഹ് അബോധികമാണ്. അതിനെല്ലാം മുമ്പ് തള്ളിക്കളി എന്ന് പറഞ്ഞാൽ അനീഫാല് തള്ളിക്കളി എന്ന് പറഞ്ഞാൽ എത്ര തെളിയിച്ചിവിടെ? സാബ് ഇത് കേന്നമാണ്. നിങ്ങൾ നടക്കില്ല. നിങ്ങൾ എത്രയോ ചാടിയാലും ഒന്നല്ലെങ്കിൽ കൊഞ്ച് ചാടിയാലും മുട്ടോളം അല്ലെങ്കിൽ ചട്ടിയോളം, എൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. നിങ്ങൾ എവിടെ വരെ പോയി നമുക്ക് അറിയാമെന്ന്. നിങ്ങൾ ആൾക്കാർക്ക് പല വാദങ്ങളല്ലേ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അള്ളാഹുവിനെ കഴിയും. ലോകത്തുള്ള എന്തായിരുന്നാലും ലികുല്ലി ശൈഇൻ സബബാ. ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കാര്യകാരണബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു. ഗൈബിയായ നിലക്ക് ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് മുജാഹിദിൽ പറഞ്ഞു. ആ സമയത്ത് ഇവര് പറഞ്ഞു, ആര്? സമസ്തക്കാര് പറഞ്ഞു, ഔലിയാക്കൾക്ക്, അമ്പിയാക്കന്മാർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ കഴിയും, അബൗദികമായ നിലക്ക് സഹായിക്കാൻ കഴിയും. ആ അബൗദികം കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഔലിയാക്കളെ കുറിച്ചും ഇതര വസ്തുക്കളെ കുറിച്ചും അവർ ഉദ്ദേശിച്ച ആ കാര്യത്തെയാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് മുജാഹിദ് ഉദ്ദേശിച്ചത്. അത് അമ്പലക്കട വൈസ് തന്നെ പറയട്ടെ, അദ്ദേഹം തന്നെ വ്യക്തമാക്കും, നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. കണ്ടോ അവരുടെ വിശ്വാസമാണ് പറയണത്. എന്താ പറഞ്ഞത്? മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും. അപ്പൊ മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഗൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലാതെ കാണാത്ത വഴി എന്നല്ല. കാണാത്തത് പലതുണ്ടല്ലോ. ഒരു റൂമിലിരിക്കുമ്പോ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല, അയക്ക് നമ്മൾ സഹായിക്കാൻ കഴിയൂലേ? ബാക്ടീരിയ കാണുന്നില്ല, വൈറസ് കാണുന്നില്ല, ഉപദ്രവിക്കാൻ കഴിയൂലേ? അപ്പോ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഗൈബിയായത്, അദൃശ്യമായത്, അബൗദികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാരുടെ വിശ്വാസമായി പറഞ്ഞില്ല, മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അബൗദികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അബൗദികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ചെന്ന നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പ്ളാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാത്തിക്കണം എന്തിനാ?